മണിക്കൂറുകൾക്ക് മുൻപ്, അതായത് ഇന്നലെ വൈകുന്നേരം കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ നടത്തിയ വെറും 10 മിനിറ്റിൽ താഴെയുള്ള ഒരു പ്രസംഗം, അത് കേരളത്തിൻ്റെ മനസ്സിൽ മാത്രമല്ല ലോകത്തെവിടെയുമുള്ള മലയാളികളുടെ ഹൃദയത്തിൽ സ്പർശിക്കുകയും അതിലേറെ ചിന്തിപ്പിക്കുകയും ചെയ്ത ഒന്നാണ്. കേരളത്തിൻ്റെ മതരംഗത്ത് മാത്രമല്ല, അതിനുപരി കാരുണ്യരംഗത്തുകൂടി ഒരു നക്ഷത്ര ശോഭയോടെ കത്തി നിൽക്കുന്ന കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ നയിച്ച കേരള യാത്രയുടെ സമാപന സമ്മേളനത്തിൽ ഒരു മുട്ടുസൂചി വീണാൽ പോലും അത് നിലത്ത് സ്പർശിക്കാത്ത തരത്തിൽ തടിച്ചുകൂടിയ പുരുഷാരത്തിനിടയിൽ നിന്നും സംസാരിച്ച VD സതീശൻ്റെ വാക്കുകൾ കേരളത്തിലെ മനുഷ്യ മനസാക്ഷിയുടെ കാതിൽ ഇപ്പോഴും ഒരു പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. മതേതരത്വം, അതാണ് പ്രസംഗിച്ച് നടക്കാൻ എല്ലാവർക്കും താല്പര്യം. എന്നാൽ മതേതരത്വം എന്നത് പ്രസംഗിച്ച് നടക്കേണ്ടതല്ല, നേതാക്കൾ അത് പ്രവർത്തിച്ചു കാണിച്ചു കൊടുക്കേണ്ടതാണ് എന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ്റെ മുഖത്തു നോക്കി പറഞ്ഞ പ്രതിപക്ഷ നേതാവ് 4 വോട്ടിനു വേണ്ടി വർഗീയവാദികളെ കൂട്ടുപിടിക്കുന്ന നൂറാംകിട രാഷ്ട്രീയത്തെ ഒരു മടിയുമില്ലാതെ തൊട്ടടുത്തിരുത്തി തുറന്നു കാട്ടുകയാണ് ചെയ്തിരിക്കുന്നത്. ആ ചെറിയ പ്രസംഗത്തിൽ മുഴുവനും മതേതരത്വമായിരുന്നു. എന്നാൽ മുഖ്യമന്ത്രിയും പ്രസംഗിച്ചത് മതേതരത്വത്തെക്കുറിച്ചായിരുന്നു. മതേതരത്വം വേണമെന്നും വർഗീയത പാടില്ല എന്നും കാന്തപുരത്തിൻ്റെ ഒരു യോഗത്തിൽ പ്രസംഗിക്കാൻ കഴിയുന്ന മുഖ്യമന്ത്രി അതേസമയം വെള്ളാപ്പള്ളി നടേശനെ മലപ്പുറത്തേക്ക് അയച്ചു പറഞ്ഞത് ഇവിടെ ആരും മറന്നിട്ടില്ല. അപ്പോൾ പറയുന്നതൊന്ന്, പ്രവർത്തിക്കുന്നതൊന്ന്. അതാണ് പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടിയത്. ദില്ലിയിലെ ജാമിയ മിലിയ സർവകലാശാലയ്ക്ക് മുന്നിൽ മതേതരത്വത്തിന് വേണ്ടി കാവൽ നിന്ന നമ്മുടെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിൻ്റെ രക്തമാണ് ഓരോ ഇന്ത്യക്കാരൻ്റെയും ശിരകളിൽ ഒഴുകേണ്ടത് എന്നും ഇനി വോട്ടുകൾ കിട്ടിയില്ല എങ്കിലും തെരഞ്ഞെടുപ്പിൽ തോറ്റുപോയാലും മതേതരത്വത്തിൽ വിട്ടുവീഴ്ച ചെയ്യില്ല എന്നത് തൻ്റെ വാക്കാണ് എന്ന VD സതീശൻ്റെ വാക്കുകൾക്ക് കയ്യടികളുടെ പ്രവാഹമായിരുന്നു നമ്മൾ കണ്ടത്. മതേതരത്വം പറഞ്ഞുകൊണ്ട് മറുവശത്ത് വിദ്വേഷ പ്രസംഗം നടത്തുന്നവരെ പൊന്നാടയിട്ട് സ്വീകരിക്കരുത് എന്നും വർഗീയതയ്ക്കെതിരെ നമുക്ക് സ്നേഹത്തിൻ്റെ വന്മതിൽ തീർക്കാനാകണമെന്നും സതീശൻ പറയുമ്പോൾ വെള്ളാപ്പള്ളി നടേശൻ എന്ന വർഗീയവാദിയെ ഉപയോഗിച്ച് മുസ്ലിങ്ങളെ അസഭ്യം പറയിക്കുകയും അവസാനം അതേ വെള്ളാപ്പള്ളിക്ക് ചേർത്തലയിൽ വെച്ച് പൊന്നാടയിട്ട് സ്വീകരിക്കുകയും ചെയ്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ തല താഴ്ന്നിരിക്കുന്നത് കേരളം കണ്ടു. അത് വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ്. ഏതായാലും നമുക്ക് ആ വേദിയിലെ രംഗങ്ങളും VD സതീശൻ്റെ വാക്കുകളും ഒന്ന് നേരിട്ട് കണ്ടു നോക്കാം. നമുക്ക് മതേതരത്വം പറയാൻ എളുപ്പമാണ്, പ്രസംഗിക്കാൻ നമുക്ക് എളുപ്പമാണ്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാം. മതേതരത്വം ഒരു വശത്ത് പറഞ്ഞുകൊണ്ട് മറ്റൊരു വശത്ത് വിദ്വേഷ പ്രസംഗം നടത്തുന്നവരെ നമ്മൾ പൊന്നാടയിട്ട് സ്വീകരിക്കരുത്. നമ്മൾ മതേതരത്തിനെതിരെ സംസാരിക്കുക, വേറൊരാളെ കൊണ്ട് വിദ്വേഷം പ്രസംഗിപ്പിക്കുക, പിറ്റേ ആഴ്ച അയാൾക്ക് പോയി പൊന്നാടയിടുക, അങ്ങനെ ചെയ്യരുത്. നമ്മൾ കാറി കയറ്റിയാലൊന്നും കുഴപ്പമില്ല, പക്ഷെ കാറി കയറ്റുന്നവരെ നമ്മൾ സൂക്ഷിച്ചു വേണം. അവര് വിദ്വേഷം പ്രസംഗിക്കുന്നവരാകരുത് എന്ന് നമുക്ക് ഉറപ്പുവരുത്തണം. അതിനെതിരായി ചെറുത്തു നിൽക്കാൻ, പ്രതിരോധം സൃഷ്ടിക്കാൻ ഒരു മനസ്സുണ്ടാകണം. അതിന് കാപട്യമല്ല വേണ്ടത്. വോട്ട് നഷ്ടപ്പെട്ടാൽ വോട്ട് പോകട്ടെ എന്ന് വിചാരിക്കണം. തെരഞ്ഞെടുപ്പിൽ തോറ്റാൽ തെരഞ്ഞെടുപ്പിൽ തോറ്റുപോകട്ടെ എന്ന് വിചാരിക്കണം. മതേതരത്വത്തിൽ തൊട്ട് കളിച്ചാൽ, വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടെടുത്ത് വാക്ക് പറഞ്ഞാൽ വാക്കായി അതിന്റെ കൂടെ നിൽക്കണം. ഇരട്ടത്താപ്പ് പാടില്ല, കാപട്യം പാടില്ല. എനിക്ക് ഇവിടെ നിന്ന് നിങ്ങൾക്ക് തരാനുള്ള വാക്കതാണ്. തെരഞ്ഞെടുപ്പിൽ തോറ്റാലും നിരവധി തെരഞ്ഞെടുപ്പുകളിൽ തോറ്റാലും മതേതരത്വം ബലി കഴിച്ചുകൊണ്ടുള്ള ഒരു കോംപ്രമൈസിനും തയ്യാറാവില്ല. അതിനേക്കാൾ വലിയ വാക്ക് ഈ മഹാസമ്മേളനത്തിൽ വെച്ച് നൽകേണ്ടതില്ല. നമ്മൾ കാരുണ്യത്തിന്റെ സന്ദേശവുമായി, സ്നേഹത്തിന്റെ സന്ദേശവുമായി എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ വർഗീയതയ്ക്കെതിരായിട്ടുള്ള വൻമതിൽ നമ്മൾ ഉണ്ടാക്കും. സ്നേഹത്തിന്റെ വൻമതിൽ, പാരസ്പര്യത്തിന്റെ, സാഹോദര്യത്തിന്റെ വൻമതിൽ. പഴയകാല ചരിത്രത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. പഴയകാല ചരിത്രമൊക്കെ പറയാൻ പോയാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടി വരും. അത് ഈ വേദിയുടെ മഹത്വം. അതിനെ സ്പർശിക്കാൻ, അതിന് വെള്ളം ചേർക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല.
ഞാൻ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാവരെയും അഭിവാദ്യം ചെയ്യുന്നു. അഭിവന്ദ്യനായ ഉസ്താദ് നടത്തിയ ഈ കേരള യാത്ര ആ സന്ദേശമാണ് കേരളത്തിലെ ജനങ്ങളുടെ മനസ്സുകളിലേക്ക് നൽകിയത് എന്നുള്ള സന്തോഷം പങ്കുവെച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു.